അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു 3 സ്വഭാവം പരിചയപ്പെടുത്തി തരാം. ഒരു 3 സ്വഭാവം പുരുഷന്മാരിൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പുരുഷന്മാരിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലും ഒരുപാട് ദാരിദ്ര്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ട് ഈ ഒരു സ്വഭാവം സഹായിക്കും. അതേ സ്വഭാവം തന്നെ ഈ ഒരു 3 കാര്യങ്ങൾ സ്ത്രീകളിൽ ഉണ്ടാവുന്നത് ഒരുപാട് ഗുണകരവുമാണ്. ഈ ഒരു 3 സ്വഭാവം നിങ്ങൾ അറിയുക. അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, പുരുഷന്മാർക്ക് ദുഷിച്ചതായ 3 കാര്യങ്ങൾ സ്ത്രീകൾക്ക് ഒരുപാട് ഗുണകരവുമാണ് അവ. 1, പിശുക്കു കാണിക്കൽ. പുരുഷൻ ഇത് പാടില്ല. അവൻ പിശുക്കനായാൽ കുടുംബത്തിൽ പോലും ആവശ്യത്തിന് ചിലവഴിക്കില്ല. ഗൃഹോപകരണങ്ങളും പഠനോപകരണങ്ങളും മറ്റും വേണ്ടതിനൊക്കെയും നിർബന്ധമായും ചിലവഴിക്കാതിരുന്നാൽ കുടുംബം തന്നെ പ്രയാസത്തിലാവും. മിതമായ രീതിയിൽ ധൂർത്താവാത്ത നിലയിൽ ചിലവഴിച്ചേ മതിയാവൂ. എന്നാൽ സ്ത്രീകൾക്ക് ഈ സ്വഭാവം അല്പം ഉണ്ടായാൽ അവൾ തൻ്റെ ഭർത്താവിൻ്റെതും ധനം സൂക്ഷിക്കും. അത് ചിലവഴിക്കുന്നതിൽ മാന്യമായ പിശുക്ക് അവൾക്ക് ഗുണകരമാണ്. 2, അഹംഭാവം. സ്ത്രീ അല്പം അഹങ്കാരിയായാൽ ആരോടും എളുപ്പത്തിൽ മയങ്ങി സംസാരിക്കില്ല. 3, ഭീരുത്വം. അവൾ ഭീരുത്വമുള്ളവളാണെങ്കിൽ എല്ലാ വസ്തുവിനെക്കുറിച്ചും അവൾ ഭയപ്പെടും. അതിനാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത്യാവശ്യ ഘട്ടത്തിലല്ലാതെ അവൾ സഞ്ചരിക്കുകയില്ല. ഭർത്താവിനോടുള്ള ഭയത്താൽ, സംശയത്തിൻ്റെ സ്ഥാനത്താൽ അവൾ സൂക്ഷിക്കും. ഇതുപോലെയുള്ള സ്ത്രീകൾ ഭർത്താവിൻ്റെ സമ്മതം ഇല്ലാതെ പുറത്തു പോവുകയില്ല. നല്ല സ്ത്രീയുടെ മറ്റൊരു ലക്ഷണമാണ് കുറഞ്ഞ സാഹചര്യത്തിൽ ഭർത്താവുമായിട്ട് കുറഞ്ഞ ചിലവിലൊക്കെ അവൾ തൃപ്തിപ്പെടും. ഭർത്താവിനെ കുറ്റം പറയില്ല. ഭർത്താവിൻ്റെ അഭാവത്തിൽ ഭർത്താവിനെ മോശപ്പെടുത്തി മറ്റുള്ളവരുടെ മുന്നിൽ ചിത്രീകരിക്കില്ല. ഭർത്താവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അവൾക്ക് അത്യാവശ്യം സൂക്ഷ്മത ഉണ്ടാവും. അവൻ്റെ ദീന് പൂർത്തിയാക്കുന്നവളായിരിക്കും യഥാർത്ഥത്തിൽ നല്ല സൽസ്വഭാവമുള്ള ഭാര്യ. ഭർത്താവ് ദീനി വഴിയിലേക്ക് കൊണ്ടു നയിക്കാൻ അവൾക്ക് ഒരുപാട് ഉന്മേഷമുണ്ടാവും. പള്ളിയിലേക്ക് അയക്കാനും അതുപോലെ നിസ്കരിപ്പിക്കാനും ഖുർആൻ ഓതിപ്പിക്കാനൊക്കെ അവൾക്ക് ഒരുപാട് ഉന്മേഷങ്ങളുള്ളവളായിരിക്കും. ഇതുപോലെയുള്ള സ്ത്രീകളെ നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് പ്രയാസമാണ്. നല്ല സ്ത്രീകളായിട്ട് നമ്മൾ എല്ലാവരും നിൽക്കുക. നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കി കിട്ടാനായിട്ട് അള്ളാഹുവിനോട് മാക്സിമം ദുആ ചെയ്യുക. സൽസ്വഭാവത്തിൽ പെരുമാറുക. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുക. ഇൻഷാ അല്ലാഹ്.